10ാം തരം പ്രാഥമിക പരീക്ഷ എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു അവസരമായിട്ടാണ് കേരള PSC വന്നിട്ടുള്ളത്. അപ്പോൾ 2024 ഡിസംബർ 28, ജനുവരി 11, 2025, അതുപോലെ തന്നെ 25 തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷാ ദിനങ്ങളിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അംഗീകൃത സർവകലാശാല നടത്തുന്ന പരീക്ഷകൾ, അതുപോലെ തന്നെ അപകടം പറ്റി ചികിത്സയിലുള്ളവർ, ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അതുപോലെ തന്നെ പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ചികിത്സാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പരീക്ഷകൾ ഉള്ളവർ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കണം. അതുപോലെ തന്നെ ഗർഭിണികളായ ഉദ്യോഗാർത്ഥികൾ, യാത്രാ ബുദ്ധിമുട്ടുള്ളവർ, ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ ആയത് തെളിയിക്കുന്ന നിശ്ചിത മാതൃകയിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കുകയോ പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ പറ്റാത്തവരോ അവർ ആ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 8 നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4ാം ഘട്ടം നടക്കുന്നുണ്ടല്ലോ, ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. 2025 ഫെബ്രുവരി 8 നടക്കുന്ന 4ാം ഘട്ടം എഴുതാൻ അവസരം നൽകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തിയിരുന്ന വ്യക്തി മുഖേനയോ അപേക്ഷിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകണം. 2025 ജനുവരി 27 മുതൽ 31 വൈകുന്നേരം 5:04 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ജില്ലയിലെ PSC ഓഫീസ് അവിടെയാണ് ഈ രേഖകൾ കൊണ്ട് പോകേണ്ടത്. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ജനുവരി 27 മുതൽ 31 വരെ വൈകുന്നേരം 5:04 വരെ ലഭിക്കുന്ന അപേക്ഷ മാത്രമേ സ്വീകരിക്കുള്ളൂ. തിരുവനന്തപുരത്താണെങ്കിൽ PSC ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇമെയിലായിട്ടും തപാൽ വഴിയും അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക PSC വെബ്സൈറ്റിൽ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ PSC എക്സാമിനേഷൻ അപ്ഡേറ്റ് എന്ന പേജിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2546 26 0 24 6 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അപേക്ഷ ഫോമും അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടവർ അതും ആയിട്ട് നിങ്ങളുടെ സ്വന്തം ജില്ലാ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് വഴി ചോദിച്ചിരുന്നു എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എഴുതാൻ പറ്റാത്തവർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രിലിമിനറി നടന്ന സമയത്തും ഇങ്ങനെ അവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം എല്ലാവരും നല്ല രീതിക്ക് വിനിയോഗിക്കുക. അപ്പോൾ PSC അന്ന് എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇത് എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ ഒരു നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടീസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.